ഹായ് ഫ്രണ്ട്സ്, സീതമ്മയുടെ കൃഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാടൻ പയറിട്ടാ. നാടൻ പയറിൻ്റെ ഇടയ്ക്ക് ഒരേ ചെട്ടുമല്ലി നട്ടിട്ടുണ്ട്. പയറിന് കേട് വരാതിരിക്കാൻ, കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെട്ടുമല്ലി നട്ടേക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ചെട്ടുമല്ലി നട്ടു. കറക്റ്റ് സമയത്തിന് നമുക്ക് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ചെട്ടുമല്ലി കുറച്ചേ നട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ പയറുണ്ട് നട്ടേക്കണേ. നാടൻ പയറുണ്ട്. നാടൻ പയറിന് ഞാൻ പൊതയിട്ടിട്ടുണ്ട്. ഇപ്പോൾ വേനൽ ഒരു വെയിൽ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് നല്ല വെയിൽ. അപ്പോൾ ഇവർ വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വളമൊക്കെ ഇട്ട്, ജൈവവളമൊക്കെ ഇട്ട് മൂടി കഴിഞ്ഞിട്ട് ചീമക്കൊന്നയുടെ എല്ലാം പൊതയിട്ടേക്കാണ്. അപ്പം മണ്ണ് ഉണങ്ങിയുമില്ല, കീടങ്ങളുടെ ശല്യവും കുറയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചെട്ടുമല്ലി ഉപേക്ഷിച്ചിട്ടില്ല, ചെട്ടുമല്ലി കുറച്ച് ഞാൻ നട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ചില ടൈമിൽ ഒരുപാട് നഷ്ടം വരുന്നു. നമ്മളിത് ചെയ്തിട്ട് ആ കറക്റ്റ് ടൈമിന് പൂവാവാത്തത് കൊണ്ട് ഓണം കഴിഞ്ഞിട്ട് കണ്ടമാനം പൂവായി. അപ്പോൾ അതിന് നമുക്ക് ഓണം കഴിഞ്ഞാൽ അതിന് വില കുറയും. അപ്പോൾ അതുകൊണ്ട് ഗുണം കുറവാണ്. എന്താ അപ്പം നാടൻ പയർ കൃഷിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓണത്തിന് വേണ്ടിയുള്ള പയർ തയ്യാറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വാരത്തമ്മ 3 ചെട്ടുമല്ലി നട്ടിട്ടുണ്ട്, പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ പയർ വളമൊക്കെ ഇട്ട്, ജൈവവളം പൊയ്യ പഞ്ചായത്ത് SCയുടെ ഒരു ട്രെയിനിങ് ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ജൈവവളം, വേപ്പെണ്ണ, വേപ്പും പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ഒക്കെ കിട്ടി, ജൈവവളവും കിട്ടി. അപ്പോൾ അത് ഞങ്ങൾ ഇതിന് വളമിട്ട് മൂടി. ഇനി വേപ്പെണ്ണ തളിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേണ്ട നാടൻ പയർ, ഓണത്തിനുള്ള പയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം തരുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞോണം. നമ്മൾ ഈ കൃഷി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പയർ കുറച്ച് കൂടുതൽ വാരങ്ങൾ പയർ നട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ കൂടുതൽ വാരങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ചെട്ടുമല്ലിക്ക് ഇനി ഒരു പ്രത്യേക വളം, ഗോമൂത്രവും തളിക്കണം. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകവും കൂടി ചീച്ച് പുളിപ്പിച്ച് കുറച്ച് ഒഴിക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പൊതയിട്ടേക്കണത്. കണ്ടോ, വേനൽ ചൂടിൽ നിന്നും നമുക്ക് ഒഴിവാവാം. അപ്പം ഞങ്ങളുടെ പരിപാടി ഇന്ന് പൊതയിടലാണ്. പൊതയിട്ട് കുറച്ച് ഞാട്ട കുത്തി പയറിന്. അപ്പോൾ കുറച്ച് ഏരിയ ഒരു 10-25 വാരം പയർ ഞങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടിയാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങി ഇതിന് പൊതയിടലും കുറ്റിയിടലൊക്കെയാണ്. ഞാട്ട കുത്തിയതാണ്. അപ്പോൾ പയർ കുറേയൊക്കെ മയിൽ കൊണ്ടുപോകും, എന്നാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയുമായി അധികം വൈകാതെ വരുന്നതാകുന്നു.